ജിൻഡോ ജോൺ, ഇവിടെ അനിൽ ആന്റണി പോകുമ്പോൾ അനിൽ ആന്റണി കേരളത്തിന് അത്ര സുപരിചിതനായ ആളല്ല. ഏതോ രീതിയിൽ അങ്ങനെ അങ്ങനെ ഗ്രൗണ്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പരിചയമോ അറിവോ ഉള്ള ആളല്ല. എങ്ങനെയോ അവിടെ എ കെ ആന്റണിയുടെ പുത്രൻ എന്നുള്ളതുകൊണ്ട് മാത്രം ഐ ടി സെല്ലിൻ്റെ കൺവീനറായി വന്ന ആളാണ്. ഐ ടി സെല്ലിൻ്റെ കൺവീനറായിരിക്കുമ്പോൾ തന്നെ ഒരു പണിയും എടുക്കാത്ത ഒരാളായിരുന്നു. അനിൽ ആന്റണി പോകുമ്പോൾ എ കെ ആന്റണിയുടെ പുത്രൻ എന്ന വൈകാരികത മാത്രമാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് ദീർഘകാലം കോൺഗ്രസിൻ്റെ AICC അംഗമാണ്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, KPCCയുടെ മുതിർന്ന ഭാരവാഹിയായിരുന്നു. നിങ്ങൾ 2 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ച് ജയിപ്പിക്കാൻ കണിഞ്ഞു പരിശ്രമിച്ച ആളാണ്. ആ പത്മജ വേണുഗോപാൽ സർവോപരി നിങ്ങളുടെ കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളായ ഒരാളുടെ കെ കരുണാകരൻ്റെ പുത്രി പാർട്ടി വിടുമ്പോൾ സാധാരണ പറയാനുള്ള ന്യായം കൊണ്ട് അതിനെ ചെറുക്കാൻ കഴിയുമോ? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നത് മാറി ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP തന്നെയാണ് എന്ന് ശ്രീ അനിൽകുമാറിൻ്റെ പാർട്ടി പറയുമ്പോൾ സാധാരണ മറുപടി കൊണ്ട് ചെറുക്കാവതാണോ അത് സുജിൻഡോ? ഹാഷ്മി, കേരളത്തിൽ പത്മജ വേണുഗോപാലോ അനിൽ ആന്റണിയോ ഒക്കെ പാർട്ടി വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സങ്കടത്തേക്കാൾ ഞങ്ങൾ പേടിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ബൂത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ബൂത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ പാർട്ടി വിട്ടുപോയാൽ ഞങ്ങൾ ഭയക്കും. അല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടുപോകുമ്പോൾ അവരുടെ ഒപ്പം എത്ര പേര് പോകുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഈ നേതാക്കന്മാർ വിട്ടുപോകുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ ആശങ്കയില്ല. പിന്നെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരൻ ഈ പാർട്ടിയിലെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ കൈപിടിച്ചുയർത്തി നടത്തിയ കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള ലെഗസി ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് അവർക്ക് വലിയ സ്വീകാര്യത കിട്ടിയത്. അതിനപ്പുറത്ത് അവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പേഴ്സണലായിട്ട് ചെയ്യുകയോ പോരാട്ടങ്ങൾ നയിക്കുകയോ സമരങ്ങൾ നയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസിൽ അവർ നേതൃനിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെ. അവർ പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷീണവും സംഭവിക്കുന്നില്ല. ഇനി ഈ ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെ വലിയ പോരാട്ടം നയിക്കാൻ പോകുന്ന അനിൽകുമാറിന്റെ പാർട്ടി കോൺഗ്രസ് അങ്ങനെ പോരാട്ടം നയിക്കുന്നില്ല എന്നാണ്. നമുക്ക് അനിൽകുമാറിന്റെ പാർട്ടിയിലേക്ക് വരാം. നിങ്ങളുടെ പാർട്ടിയിൽ ആദ്യം ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ. ശ്രീ ജിൻഡോ, പത്മജ വേണുഗോപാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുണാകരൻ്റെ മോളാണ്. ഈ പറഞ്ഞ എല്ലാ പദവികൾ അലങ്കരിച്ച ആളാണ്. നേതാക്കൾ പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നങ്ങ് പറയാവോ? ഇന്നലെ വരെ അതിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നേടിയ ഒരു ആൾക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അവിടെ കേന്ദ്രത്തിൽ പോയി ജാവദേക്കറിൽ നിന്നും അംഗത്വം സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് ജിൻഡോ? അത് പത്മജയുടെ മാത്രം കുറ്റമല്ല. ഹാഷ്മി, അതിൽ പാർട്ടിയുടെ കുറ്റത്തേക്കാൾ അപ്പുറം ഇത്തരത്തിൽ കൂറുമാറി യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടും പറഞ്ഞു ഞാൻ BJPയിൽ പോകുന്നില്ല എന്ന്. ഹാഷ്മിയുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ ഹാഷ്മിയോട് നേരിട്ട് പറഞ്ഞിട്ടില്ല BJPയിൽ ഒരു കാലത്തും പോകില്ല എന്ന്, കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന്, പോകേണ്ട ഘട്ടം വന്നാൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ യാതൊരു നിലപാടും ഇല്ലാതെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്ന പത്മജ വേണുഗോപാലിനെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ലെന്നേ. അത് ഉറപ്പിച്ചു തന്നെ പറയല്ലേ. കോൺഗ്രസ് പാർട്ടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ബൂത്തിലെ പ്രവർത്തകർ വിട്ടുപോകുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കും. കുഴപ്പമുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ഇത്തരത്തിൽ ഭിക്ഷാന്തകികളായിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ട് BJPയുടെ അന്തഃപുരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന നേതാക്കന്മാരെ കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെടാൻ ഞങ്ങൾക്ക് നേരമില്ല ഇപ്പോൾ. കാരണം ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചെയ്തിട്ടാണോ അവർ പാർട്ടി വിട്ടുപോകുന്നത്? എത്ര മുഖ്യമന്ത്രിമാരാണെന്നേ കോൺഗ്രസിന്, എത്ര മുൻ മുഖ്യമന്ത്രിമാരാണ്, എത്ര മന്ത്രി പുത്രന്മാരാണ്, എത്ര മന്ത്രി പുത്രിമാരാണ്. കേരളത്തിലേക്ക് വാ, അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് പത്തനംതിട്ട വരെ അങ്ങ് ഏത് സ്ഥലമെടുക്ക്, അവിടുന്നൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒഴുക്കാണ് BJPയിലേക്ക്. നേതാക്കളുടെ ഈ പറഞ്ഞ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന നേതാക്കളുടെ ഈ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്ക്. കുറഞ്ഞത് 3 പേരെങ്കിലും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയവരാണ്. ഇപ്പോൾ ചാലക്കുടി പത്മജയാണെങ്കിൽ 4 ആവും. അല്ല ഹാഷ്മി, ഇതെങ്ങനെ വിശദീകരിക്കും രാഷ്ട്രീയമായി കോൺഗ്രസ്? രണ്ട് കാര്യമുണ്ട് ഹാഷ്മി, ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന ട്രെൻഡ് ഉണ്ട്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ED ഉൾപ്പെടെ CBI ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ ഭീഷണികൾ മറ്റു പല കാരണങ്ങളും ഉണ്ടാവും. രണ്ടാമത്തത്, ഇങ്ങനെ പോകുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം കുറച്ചു കാലം മുമ്പല്ലേ കോവളത്ത് CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട 2 ബ്രാഞ്ച് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും പാർട്ടി വിട്ടുപോയത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AC മെമ്പറായി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന മുക്കോല പ്രഭാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി ആഫീസ് ഉൾപ്പെടെ BJPയിലേക്ക് പോയില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് CPM എന്ത് പറയും? അതുപോലെ തന്നെ ഈ CPM 35 കൊല്ലം ഭരിച്ച ബംഗാളിലെ അവസ്ഥ എന്താ? പാർട്ടി ഓഫീസുകളും പാർട്ടി നേതാക്കന്മാരും മുഴുവൻ BJPയിലാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും അവിടുത്തെ BJPയിലേക്ക് ഒഴുകുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പോകുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വരെ ബംഗാളിൽ CPMയിലേക്ക് BJPയിലേക്ക് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കാസർഗോഡ് ഇപ്പോൾ അനിൽകുമാർ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കോൺഗ്രസിനെ വിമർശിക്കുന്നു. ഇത് നോർമൽ ട്രെൻഡാണെന്ന് പറയാൻ കാരണം കാസർഗോഡ്
കാസർഗോഡ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആക്രമിച്ച BJP-ക്കാർ എങ്ങനെയാ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? CPM-ന്റെ പ്രവർത്തകർ കൂറുമാറിയതിന്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസിനെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകൾ നിങ്ങളെയൊക്കെ ഒറ്റി BJP-യിലേക്ക് പോയ രാത്രി എന്ന് പറയാൻ കൊള്ളുന്ന വർത്തമാനമാണോ ജിൻഡോ? ഏതോ കോടതിയിലെ കൂറുമാറി ഞാൻ അങ്ങനെയൊക്കെ എത്താം. അല്ലല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, താങ്കൾ വിട്ടുപോകല്ലേ? ഞാൻ പറയട്ടെ, അങ്ങനെ അത്ര ട്രിവിയലായ കാര്യങ്ങൾ പറയാൻ പറ്റിയ സമയമാണോ ഇത്? അല്ലല്ല, ഞാൻ പറഞ്ഞു അത്ര ട്രിവിയലായ കാര്യങ്ങൾ പറയാൻ പറ്റിയ സമയമാണോ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രേക്ഷകർ കാണുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി ഇട്ടതാണ്, ഞാൻ പോവില്ല എന്ന്. എന്നിട്ട് അങ്ങനെ രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ ശ്രീ ജിൻഡോ അതൊരു രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ അത്ര ആലോചിക്കാതെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവോ? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടും അത് വളരെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഡൽഹിയിൽ പോയി അവിടെ പോയി ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കണ്ടേ ജിൻഡോ? മറ്റു നേതാക്കൾ ചില ED ആദായ നികുതി പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിൽക്കാനെങ്കിൽ ഒരു കാരണം കണ്ടെത്തണ്ടേ ജിൻഡോ? അതായത് കോടതിയിൽ പോയി ഏതോ കൂറുമാറ്റം പറയുകയാണോ ചെയ്യേണ്ടത്? ഹാഷ്മി, ഞാൻ പറഞ്ഞത് അത് തന്നെയാ. എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറുന്നതിനുള്ള ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ഹാഷ്മി ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയല്ലേ? ED ഉൾപ്പെടെയുള്ള CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഭീഷണിയും വിരട്ടും ഒരു കാരണം തന്നെയാണ്. അല്ലാതെ BJP-യുടെ പത്മജയെ വിരട്ടിയിട്ടുണ്ട് എന്ന് ആധികാരികമായി പറയാൻ കഴിയുമോ? പത്മജ അത്തരത്തിൽ ED-യോ IT-യോ വിരട്ടിയിട്ടുണ്ട് എന്ന് ആധികാരികമായി പാർട്ടിക്ക് അറിവുണ്ടോ ശ്രീ ജിൻഡോ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് പൊതുവിലുള്ള ട്രെൻഡാണ്. പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട വ്യക്തിത്വത്തെ മാത്രം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് CPM-ന്റെ പ്രഖ്യാപിത നേതാവ്, CPM-ന്റെ എക്കാലത്തെ മികച്ച നേതാവായിരുന്നു മറ്റേ ബംഗാളിലെ ഗഗൻ മുർമു. MLA ആയിരുന്നു. MLA ആയിരിക്കുമ്പോഴാണ് BJP-യുടെ സ്ഥാനാർത്ഥിത്വമായിട്ട് MP ആയിട്ട് മത്സരിക്കുന്നത്. അതിനെന്ത് ന്യായീകരണം ഒരു പറയും? അങ്ങനെ 100 കണക്കിന് 19 വർഷം MLA ആയിരുന്ന CPM-ന്റെ MLA ആ MLA സ്ഥാനം രാജിവെക്കാതെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് MLA സ്ഥാനം CPM കൊടുത്ത MLA സ്ഥാനം രാജിവെക്കാതെ BJP-യുടെ MP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഇവരെവിടെ എന്തെങ്കിലും പറഞ്ഞോ? അതുപോലെ മഫൂജ ഖാത്തൂൻ ഉൾപ്പെടെയുള്ള MLA-മാർ BJP-യിലേക്ക് പോയി. മുബാഷിർ അലിയെ പോലുള്ള മുതിർന്ന CPM നേതാക്കന്മാർ BJP-യിലേക്ക് പോയി. ഇങ്ങനെ 100 കണക്കിന് CPM-ന്റെ മുൻ MLA-മാരും MP-മാരും ത്രിപുരയിലും ബംഗാളിലും അടക്കമുള്ള CPM-ന് അല്പമെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോയി. അപ്പോൾ അതിനെന്ത് മറുപടി പറയും? നമ്മുടെ കമന്റ് ബോക്സിൽ കണക്ക് പറയുന്നുണ്ട്. BJP MP-മാർ 303, ഒറിജിനൽ BJP-കാർ 133, കോൺഗ്രസ് BJP ആയവർ 97, പഴയ കോൺഗ്രസ് MLA-മാർ 277, പഴയ മുഖ്യന്മാർ 7. വല്ലാത്ത കണക്കാണ് കേട്ടോ ജിൻഡോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഗണേഷ്, അങ്ങനെയാണെങ്കിൽ CPM എന്ന് പോയതിനെ കുറിച്ചും കൂടി ഹാഷ്മി പറയണ്ടേ? അല്ല, CPM-ന് പോകുകയോ ഇത്ര വലിയ കണക്കുണ്ടാവോ? CPM-ൽ നിന്ന് പോയതെന്ന് വെക്ക്, ഇത്ര വലിയ കണക്കുണ്ടാവോ? ഇത്ര വലിയ കണക്കുണ്ടാവോ? ആ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ആ ഒഴുക്ക് ഇപ്പോഴും തുടരുമ്പോഴും നിങ്ങളുടെ ഹൈക്കമാൻഡ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഡൽഹിയിൽ ഇരിക്കുകയാണ് അവിടെ. സാന്നിധ്യമുള്ള വലിയ പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നതിന് എണ്ണം കൂടുതലുണ്ടാവും. ശരി ജിൻഡോ, ഞാൻ എത്താം. ആളില്ലാത്തത് CPM കോൺഗ്രസിന്റെ കുഴപ്പമില്ലല്ലോ. ശരി ജിൻഡോ, ഞാൻ എത്താം.